ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. അതിനുശേഷം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത് എന്നതിനെ പറ്റിയും പഠിച്ചു. അതിനുശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ബൈയിങ് ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിങ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നത് പഠിച്ചു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പർച്ചേസ് പ്രൊസീജിയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ നടപടികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവെന്ററി എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഇൻവെന്ററി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയും കണ്ടു. അതിനുശേഷം നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സിനെ പറ്റിയാണ് പഠിച്ചത്. രണ്ട് മെത്തേഡുകൾ പഠിച്ചു, EOQ മോഡലും അതുപോലെ ABC മോഡലും. EOQ മോഡൽ എന്ന് വെച്ചാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതുപോലെ ABC എന്ന് പറയുമ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മൊഡ്യൂൾ 2 ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ടുഡേയ്സ് ടോപ്പിക്. ഇറ്റ് ഈസ് സ്റ്റോർസ് മാനേജ്മെന്റ്. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആവശ്യമായ സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഫേസിൽ ഇരിക്കുന്ന വസ്തുക്കൾ, അതായത് പ്രൊഡക്ഷൻ ഫേസിൽ ഇരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാത്ത സെമി ഫിനിഷ്ഡ് ഗുഡ്സ് കാണും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയ ഫിനിഷ്ഡ് പ്രോഡക്ട്സും കാണും. നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, അതുപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ഇവയെല്ലാം കൂടെ നമ്മളൊരു കളക്റ്റീവായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഈ സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു മുറിക്കായിരിക്കും ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്നത്. പക്ഷെ ശരിയായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വസ്തുക്കളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും സ്റ്റോർ എന്ന് പറയുന്നത്. ഈ സ്റ്റോർ സൂക്ഷിക്കുന്ന ആ ഒരു റൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോർ റൂം, അല്ലെങ്കിൽ വെയർ ഹൗസ്, അല്ലെങ്കിൽ ഗോ ഡൗൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. First point, holding all kinds of materials, semi and fully processed goods in custody is known as store or storage. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസും അതുപോലെ പ്രൊഡക്ഷൻ ഫേസിൽ ഇരിക്കുന്ന പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാത്ത സെമി ഫിനിഷ്ഡ് ഗുഡ്സും അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സും, ഇവയെല്ലാത്തിൻ്റെയും കൂടെ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോർസ് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റോർസ് ആർ കെപ്റ്റ് ഇൻ സ്റ്റോർ റൂംസ്. ഈ സ്റ്റോറുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്? സ്റ്റോർ റൂമുകളിലാണ് സൂക്ഷിക്കുന്നത്. The material control concerned with the physical storage of goods is known as store keeping. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ വസ്തുക്കളുടെ അവയെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റോർ കീപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the personnel who is in charge of the store is known as store keeper. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ സ്റ്റോറിന്റെ ചുമതലകളൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റോർ കീപ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റോർ മാനേജ്മെന്റ്. ഒരു സ്റ്റോർ മാനേജ്മെന്റിന്റെ അതൊരു സെപ്പറേറ്റ് ഡിവിഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രികളിൽ കാണുന്ന ഒരുപാട് ടൈപ്പ് മാനേജ്മെന്റിൽ ഒരെണ്ണമാണ് എന്താ? സ്റ്റോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റോർ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു റിസീവ് മെറ്റീരിയൽസ്. നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായ മെറ്റീരിയൽസ് എവിടെ നിന്നെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അവ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റ് ആ മെറ്റീരിയലിനെ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. ഓക്കെ, the second point, to protect them from damage and unauthorized removal. നമ്മൾ നമ്മുടെ സ്റ്റോറിൽ സൂക്ഷിക്കുന്ന വസ്തുക്കളെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതിന് വേറെ കേടുപാടുകളോ നാശനഷ്ടമോ ഒന്നും വരരുത്. അതുപോലെ തന്നെ we have to protect them from unauthorized removal. അതായത് മതിയായ രേഖകളില്ലാതെ നമ്മുടെ സ്റ്റോറിൽ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളെയോ ഒരാൾക്ക് കൈമാറാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് വൺ, to issue the material in right quantities at right time to the right place. നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏത് സെക്ഷന് ഏത് മെറ്റീരിയൽ ആണോ ആവശ്യം ആ മെറ്റീരിയൽ കൃത്യമായ സമയത്ത് എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക എന്നൊരു ജോലി കൂടി ഏതിൽ വരുന്നുണ്ട്? സ്റ്റോർസ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്.
സോ ദ ലാസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് ദീസ് സർവീസസ് പ്രോംപ്റ്റ്ലി ആൻഡ് അറ്റ് ലീസ്റ്റ് കോസ്റ്റ്. സോ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ സർവീസുകളല്ലേ, അവയെ എന്ത് ചെയ്യുക, വളരെ ക്വിക്കായിട്ട് നമുക്ക് ആ സർവീസ് എപ്പോഴാണോ ആവശ്യം അപ്പോൾ തന്നെ ആ ഒരു സർവീസുകൾ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, വളരെ എക്കണോമിക് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുക. ഇവയെല്ലാമാണ് ഒരു ഇൻഡസ്ട്രിയിലെ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ദ എയിംസ് ഓഫ് സ്റ്റോർസ് മാനേജ്മെന്റ് എന്ന് പറയാം. സോ സ്റ്റോർസ് മാനേജ്മെന്റിലൂടെ നമ്മുടെ ഇൻഡസ്ട്രി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ടു റിസീവ്, ഹാൻഡിൽ ആൻഡ് ഇഷ്യൂ ഗുഡ്സ് എക്കണോമിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി. സോ എന്താണ്, നമ്മുടെ ഒരു പർച്ചേസ് ഓർഡർ പ്രകാരം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ സാധനങ്ങൾ റിസീവ് ചെയ്യുക, അതിനുശേഷം ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ആ സാധനങ്ങളെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണോ ആവശ്യമുള്ളത് ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്യൂ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് അയക്കുക. സോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്, സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു ഇൻഡസ്ട്രിയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എൻ എക്കണോമിക്കൽ മാനർ, ഇൻ എ ലോ കോസ്റ്റ് മാനർ, ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എൻ എഫിഷ്യന്റ് മാനർ. ഓക്കെ, so going to the second point, to ensure that stock won't fall below the minimum level and goes above the maximum level. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ പഠിച്ചപ്പോൾ ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ് ആയിട്ട് പഠിച്ച ടെക്നിക്കാണ് EOQ മെത്തേഡ്, അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സോ അതിൽ നിങ്ങളൊരു ഗ്രാഫ് പഠിച്ചിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് പഠിച്ചിരുന്നു. സോ അതിലെന്താണ്, സ്റ്റോക്കിന്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ഓർഡർ പ്രകാരം സാധനം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ മാക്സിമം ആയിരിക്കും സ്റ്റോക്കിന്റെ ലെവൽ എന്ന് പറയുന്നത്. പിന്നീട് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറഞ്ഞ് ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ഓർഡർ കൊടുക്കും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. സോ അതിനുശേഷം പിന്നെയും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറഞ്ഞ് എവിടെ എത്തും, ഒരു മിനിമം ലെവൽ എത്തും. ഏകദേശം ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ കൊടുത്ത ഓർഡർ പ്രകാരമുള്ള സാധനം നമ്മുടെ കയ്യിൽ വീണ്ടും എത്തും. ഓക്കെ, സോ പിന്നെയും നമ്മുടെ സ്റ്റോക്ക് മാക്സിമം ആവും. സോ നമ്മുടെ ഈ സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കാര്യമാണ് ഉറപ്പ് വരുന്നത്, ദേ ഷുഡ് എൻഷുർ ദാറ്റ് സ്റ്റോക്ക് വോണ്ട് ഫോൾ ബിലോ ദ മിനിമം ലെവൽ. ഈ മിനിമം ലെവലിന് നമ്മൾ വേറൊരു വാക്കുകൂടെ പറയും, സേഫ്റ്റി സ്റ്റോക്ക് എന്നും പറയും. സോ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മിനിമം ലെവൽ ഓഫ് സാധനം നമ്മുടെ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ സ്റ്റോറിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ സ്റ്റോറിന് എന്താണ്, ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു പരിധി കൂടുതൽ സാധനം നമ്മുടെ സ്റ്റോറിൽ സൂക്ഷിക്കാൻ പറ്റില്ല. സോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൂടാതെയും ഉറപ്പുവരുത്തുന്ന ആരാണ്, ഈ പറയുന്ന സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്സ് മാനേജ്മെന്റ് ആണ്. സോ ദ നെക്സ്റ്റ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് മൂവ്മെന്റ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ സ്റ്റോറിലേക്ക്, അതായത് സ്റ്റോർ റൂമിലേക്ക് സാധനങ്ങൾ വരികയോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് പോവുകയോ ചെയ്താൽ അവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്ററുകളിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു എൻഷുർ റൈറ്റ് ടൈം ഡെലിവറി ടു ദി കൺസ്യൂമേഴ്സ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ സാധനം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് കൃത്യമായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ആ സാധനം ഡെലിവർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ, ടു ഹാവ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസിന്റെ അഭാവം കാരണം നമുക്ക് എന്താണ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരിക്കലും നിന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു നമ്മൾ, വി ഹാവ് ടു എൻഷുർ ആൻ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സ്റ്റോറിൽ സാധനം എത്തുന്നുണ്ട്, സാധനം തീരുന്നതനുസരിച്ച് സാധനം എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ടു പ്രിവെന്റ് എനി തെഫ്റ്റ്, വേസ്റ്റേജ് ഓർ ഡിറ്റീരിയോറേഷൻ ഓഫ് സ്റ്റോക്ക്. സോ നമ്മുടെ സ്റ്റോർസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ യാതൊരു കാരണവശാലും മോഷണം പോവുകയോ അല്ലെങ്കിൽ അവ നശിച്ചു പോവുകയോ ചെയ്യരുത്. നെക്സ്റ്റ് വൺ, ടു യൂട്ടിലൈസ് ദ അവൈലബിൾ സ്പേസ് ആൻഡ് ലേബർ എഫക്റ്റീവ്ലി. സോ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റോർ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റഡ് ഏരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, വളരെ വലിയ സ്റ്റോർ ഒന്നും ആയിരിക്കണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്റ്റോർ ഹൗസ് അല്ലെങ്കിൽ ഗോഡൗൺ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു സ്പേസ് ഉള്ള ഒരു സ്ഥലമായിരിക്കും. സോ അവിടെ ആ ഉള്ള ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതിനാണ് ഈ ലേബർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മുടെ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോർസ് മാനേജ്മെന്റിലൂടെ ഒരു ഇൻഡസ്ട്രി ലക്ഷ്യം വെക്കുന്നത്.
Okay, so we are moving on. Next one, we will discuss about the store's layout. സോ S3യിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസിൽ നിങ്ങളൊരു ലേ ഔട്ട് എന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന സർക്യൂട്ടിൽ ബൾബുകൾ എവിടെയൊക്കെയുണ്ട്, അല്ലെങ്കിൽ സ്വിച്ചുകൾ എവിടെയൊക്കെയുണ്ട്, ഈ ബൾബും സ്വിച്ചും തമ്മിൽ എത്രത്തോളം അകലമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലേ ഔട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മുടെ ആ ഒരു സർക്യൂട്ടിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ ലേ ഔട്ടിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ the layout shows where the bulbs are and where the switches are, and it also denotes the distance between the switches and the bulbs. Okay, സോ നമുക്ക് ഇവിടെ ഇനി പഠിക്കാനുള്ളത് സ്റ്റോർ ലേഔട്ട് എന്നാണ്. സോ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്താണ്, നമ്മുടെ സ്റ്റോറിനകത്ത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ഈ എന്താണ് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So first point, store layout is the design of store's floor space and the placement of items within that store. സോ നമ്മുടെ സ്റ്റോറിലുള്ള ഫ്ലോർ സ്പേസിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഏത് രീതിയിൽ നമ്മുടെ സ്റ്റോറിൽ നമ്മൾ എന്താണ് നമ്മുടെ സാധനങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെയാണ് ഈ സ്റ്റോർ ലേഔട്ടിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദ ഇന്റേണൽ അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റോർ ഡിപ്പോ. ഓക്കെ, നമ്മുടെ സ്റ്റോർ ഡിപ്പോയുടെ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ആണ് ഈ സ്റ്റോർ ലേഔട്ടിലൂടെ സൂചിപ്പിക്കുന്നത്. ഡിപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ അതിന് മീനിങ് ഉള്ളൂ. ഈ ഡിപ്പോയുടെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധനങ്ങളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. ഓക്കെ, നമ്മളിപ്പോൾ ഈ KSRTC ഡിപ്പോ എന്ന് പറയില്ലേ, അതായത് എന്താണ്, വണ്ടികളൊക്കെ ഓടിക്കഴിഞ്ഞതിന് ശേഷം അവ തിരിച്ചുകൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്നാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, എ ഗുഡ് സ്റ്റോർ ലേഔട്ട് എയിംസ് അറ്റ്. സോ ഒരു നല്ലൊരു സ്റ്റോർ ലേഔട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റോർ അറേഞ്ച്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇനി പറയുന്ന പോയിന്റുകൾ. ഫസ്റ്റ് വൺ, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫ്ലോർ സ്പേസ്. സോ നമ്മുടെ സ്റ്റോർ റൂമിനകത്തുള്ള ഫ്ലോർ സ്പേസിനെ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഈസിയർ ആക്സസിബിലിറ്റി ടു ഓൾ മെറ്റീരിയൽസ്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റോറിനകത്തേക്ക് വസ്തുക്കൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനും പറ്റണം. നെക്സ്റ്റ് വൺ, മാക്സിമം സെക്യൂരിറ്റി ഓഫ് മെറ്റീരിയൽസ്. സോ എന്താണ്, നമ്മൾ ഈ പുറത്തേക്കും അകത്തേക്കുമുള്ള ആക്സസിബിലിറ്റി വളരെ എളുപ്പത്തിലാക്കി. ആ ഒരു കാരണം കൊണ്ട് എന്താണ്, നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുടെ എന്താണ് സുരക്ഷിതത്വം ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. സോ വി ഷുഡ് എൻഷുർ മാക്സിമം സെക്യൂരിറ്റി ടു ഓൾ ദി സ്റ്റോർ മെറ്റീരിയൽസ് ടു. നെക്സ്റ്റ് വൺ, മിനിമം സ്പോയിലേജ്, ഡാമേജ് ഓർ അതർ ലോസസ്. അതായത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് എന്താണ് യാതൊരു രീതിയിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ എന്താണ് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ലെസർ ടൈം ഇൻ റിസീവ്ഡ്, മൂവ്മെന്റ്, പ്ലേസ്മെന്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. സോ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് പുറത്തുനിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു പർച്ചേസ് ഓർഡർ പ്രകാരം കുറച്ച് സാധനങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് എന്താണ് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ റിസീവ് ചെയ്ത വസ്തുക്കളെ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ സെക്ഷനുകളിലേക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് അയക്കാനോ യാതൊരു രീതിയിലും കാലതാമസം നേരിടുവാൻ പാടുള്ളതല്ല. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കണം. സോ ഈ പറയുന്ന 5 കാര്യങ്ങൾ മുൻനിർത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റോർ ലേഔട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, സോ ഒരു നല്ലൊരു സ്റ്റോർ ലേഔട്ടിന് ഈ പറഞ്ഞിരിക്കുന്ന 5 ഗുണഗണങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഈ യൂട്യൂബ് ക്വിസിനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ IMSന്റെ 16ാമത്തെ വീഡിയോയാണ്. അതായത് ഫസ്റ്റ് 10 വീഡിയോകൾ നിങ്ങളുടെ മൊഡ്യൂൾ 1 ആയിരുന്നു. അതിനുശേഷമുള്ള 6 വീഡിയോസ് ഇപ്പോൾ ഇന്നത്തെ കൂടെ ചേർത്ത് എന്താണ് മൊഡ്യൂൾ 2ൽ വരുന്ന വീഡിയോസ് ആണ്. സോ നിങ്ങളോട് ഈ ഒരു ക്വിസ് സെക്ഷനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സോ ഫസ്റ്റ് 2 വീഡിയോയിലൊക്കെ ഏകദേശം ഒരു 50-55 പേരോളം ഒക്കെ കമന്റ് ചെയ്തിരുന്നു. സോ പിന്നീട് അങ്ങോട്ട് ഈ കമന്റ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഏകദേശം ഒരു 30-31 പേര് മാത്രമേ കമന്റ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് 4 മണിക്കൂർ അറ്റൻഡൻസ് ആണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയെ ബേസ് ചെയ്ത്. ഓക്കെ, സോ ആ ഒരു വീഡിയോയെ ബേസ് ചെയ്ത് ഈ 4 മണിക്കൂർ അറ്റൻഡൻസ് തരുന്നതിൽ ഏകദേശം 10% എന്ന് പറയുന്നത് ഏതാണ്, ഈ യൂട്യൂബിൽ നിങ്ങൾ ക്വിസിൽ കമന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്താണ് തരുന്നത്. 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 240 മിനിറ്റ്.
അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ ഏകദേശം 24 മിനിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പോട്ടെ അരമണിക്കൂറായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിൽ നിങ്ങൾ ഈ ക്യൂസ് സെക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂർ അറ്റൻഡൻസ് ആണ് കിട്ടുന്നത്. 4 മണിക്കൂർ അറ്റൻഡൻസ് ഉള്ളതിൽ അരമണിക്കൂർ അറ്റൻഡൻസ് ഈ ഒരു ക്യൂസിൻ്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് വലിയ എഫർട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അരമണിക്കൂർ അറ്റൻഡൻസ് കിട്ടും. സോ ഇപ്പോൾ ഒരു വീഡിയോയുടെ അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏകദേശം അരമണിക്കൂറേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു 16 വീഡിയോ ഒക്കെ ആകുമ്പോഴേക്കും സ്ഥിരമായിട്ട് ഈ ക്യൂസ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഏകദേശം ഒരു വീഡിയോയിൽ അരമണിക്കൂർ വെച്ച് ഇപ്പം ഏകദേശം അവർക്ക് 8 മണിക്കൂർ അറ്റൻഡൻസ് എങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ അറ്റൻഡൻസ് ഞാനൊരു 50 മണിക്കൂറാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും കൺസിഡർ ചെയ്യാതെ തന്നെ ഈ ഒരു യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ കേസിൽ ഒരു 8 മണിക്കൂറോളം ഇപ്പോൾ അറ്റൻഡൻസ് കുറവാണ്. പിന്നീട് നിങ്ങൾ ഇനി അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ മാർക്ക് ഇൻ കേസ് കുറവാണെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് പിന്നെയും കുറയും. സോ അപ്പോൾ നമുക്ക് ഇനി മുതൽ അങ്ങോട്ടുള്ള വീഡിയോസിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഈ യൂട്യൂബ് ക്യൂസിലെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ 3 ദിവസത്തെ സമയം തരാം. 3 ദിവസത്തെ സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ബുധനാഴ്ച രാവിലെ 9 മണി, വ്യാഴം രാവിലെ 9 മണി, വെള്ളി രാവിലെ 9 മണി. വെള്ളി രാവിലെ 9 മണിക്ക് ഞാൻ കൃത്യം ഈ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ അങ്ങ് ഡിസേബിൾ ചെയ്യും. പിന്നെ ആർക്കും കമൻറ്റ് ചെയ്യാൻ ഒക്കില്ല. സോ 3 ദിവസം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് മതി. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അറ്റൻഡൻസ് തരാം. സോ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നേരത്തെ 3 ദിവസത്തെ ഒരു കണക്ക് നേരത്തെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഒരവസരം കൂടെ തരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ 3 ദിവസത്തെ സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ. ഈ സമയത്തിനകം ഈ വീഡിയോയുടെയും അതുപോലെ ഇതിന് മുമ്പുള്ള ഏതെങ്കിലും വീഡിയോസിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യുക. ഓക്കെ, എന്തായാലും ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ നിങ്ങളുടെ ഇതുവരെ ആഡ് ചെയ്തിട്ടുള്ള 16 വീഡിയോസിൻ്റെയും കമൻറ്റ് ഞാൻ ഡിസേബിൾ ചെയ്യുന്നതാണ്. So we are moving to our first quiz. Your question is, the personnel who is in charge of a store in an industry is known as dash. Okay, you have 20 seconds time to find the answer, and you can comment it in the comment section later after watching the complete video. Okay. Okay, time up. So we are moving on. Next we are discussing about the functions of stores department or the duties of a storekeeper. So നമ്മുടെ ഈ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ജോലികൾ എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെ വേറൊരു രീതിയിൽ കൂടെ പറയാം. എങ്ങനെ? നമ്മുടെ ഈ ഒരു സ്റ്റോറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിന് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റോർ കീപ്പർ എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റോറിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണലിനെ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റോർ കീപ്പർ എന്ന് പറയാം. സോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന രീതിയിലും ചോദിക്കും. ഇത് രണ്ടും എന്താണ്? ഒരേ കാര്യം തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ദ ഡ്യൂട്ടീസ് ഓഫ് എ സ്റ്റോർ കീപ്പർ. ഓക്കെ, സോ മൂവിങ് ഓൺ. So coming to the functions of stores department, the first one is to identify all items of stock and plan the store space effectively. So നമ്മുടെ സ്റ്റോക്കിലുള്ള എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുക? ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്പേസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടു റിസീവ് ആൻഡ് റെക്കോർഡ് ദ മെറ്റീരിയൽസ് ഓഫ് സ്റ്റോക്ക് വിത്ത് ദെയർ കോസ്റ്റ്. സോ നമുക്ക് ആവശ്യമായ സ്റ്റോക്ക് നമ്മൾ റിസീവ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക? അവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്ററുകളിൽ റെക്കോർഡ് ചെയ്യുക. സോ അവയുടെ വില അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ, കറക്റ്റ് പൊസിഷനിങ് ഓഫ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ഇൻ ദ സ്റ്റോർ. സോ നമ്മുടെ സ്റ്റോറിൽ എന്താണ്? കൃത്യമായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് പൊസിഷൻ ചെയ്യുക, കൃത്യമായ സ്ഥലത്ത് വെക്കുക. ഓക്കെ, നമുക്ക് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള എളുപ്പത്തിനോ അല്ലെങ്കിൽ വരുന്ന സാധനങ്ങളെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് തിരിച്ചോ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ സ്റ്റോക്ക് സേഫ്ലി ആൻഡ് ഗുഡ് കണ്ടീഷൻ.
സോ നമ്മൾ ഓൾറെഡി എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വസ്തുക്കളെ എന്താണ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതിന് യാതൊരു രീതിയിലുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ടു ഇഷ്യൂ ഐറ്റംസ് ടു യൂസേഴ്സ് ഓൺലി ഓൺ റെസിപ്റ്റ് ഓഫ് ഓതറൈസ്ഡ് റിക്വസിഷൻ. സോ മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വസ്തുക്കളെ പുറത്തുള്ള ഒരാളിന് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായി അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ രീതിയിൽ എന്താണ് നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വസ്തുക്കളെ ഇഷ്യൂ ചെയ്യാവൂ. കാര്യം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് രണ്ട് കൂട്ടർക്കുമാണ് അതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കും നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും സാധനങ്ങൾ ഈ ഒരാളിന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡോക്യുമെന്റ് എടുത്ത് കാണിക്കാം. സോ ഈ ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ഒരു ഇഷ്യൂ അല്ല ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. സപ്പോസ് ഇപ്പൊ ഇത് ഈ സാധനമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചോ, അദ്ദേഹത്തിന് ഇപ്പൊ പോലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്വാഡോ വല്ലതും പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിനും ഈ ഡോക്യുമെന്റ് കാണിക്കാം. ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്രയും സാധനം കൊണ്ടുവരുന്നത്, ഇന്ന സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന കാര്യവും അദ്ദേഹത്തിന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. സോ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി കാര്യങ്ങൾ രജിസ്റ്ററുകളിൽ റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു, ആ രജിസ്റ്ററുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു മേക്ക് ഷുവർ ദി സ്റ്റോക്സ് ആർ കെപ്റ്റ് ക്ലീൻ ആൻഡ് ഇൻ ഗുഡ് ഓർഡർ. സോ നമ്മുടെ സ്റ്റോർ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഇതും എന്തിന് വരുന്നതാണ്, ഒരു സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ടു പ്രിവെന്റ് അൺഓതറൈസ്ഡ് പേഴ്സൺസ് ഫ്രം എൻട്രിങ് ദ സ്റ്റോക്സ്. സോ എന്താണ്, ആവശ്യമില്ലാതെ നമ്മുടെ എന്താണ് സ്റ്റോർസിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ആരെയും പ്രവേശിപ്പിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഇൻഫോം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ഇനിഷ്യേറ്റ് പർച്ചേസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ആ ഒരു ഗ്രാഫ് പഠിച്ചതിനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതിലെങ്ങനെയായിരുന്നു, ഈ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് വരുന്നു, വീണ്ടും സ്റ്റോക്ക് വരുന്നതനുസരിച്ച് വീണ്ടും മാക്സിമത്തിലേക്ക് പോകുന്നു. ഓക്കെ, സോ ടു ഇൻഫോം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ഇനിഷ്യേറ്റ് പർച്ചേസ്, അതിൽ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആണ് എന്ത്, റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഇപ്പോൾ തീർന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എത്രയായി എന്നുള്ള വിവരം ആരുടെ കയ്യിലാണ് ഉള്ളത്, സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലായിരിക്കും ഉള്ളത്. സോ റീ ഓർഡർ ലെവൽ ആവുമ്പോഴേക്കും, അതായത് പുതിയൊരു ഓർഡർ ചെയ്യേണ്ട ആ ഒരു കണ്ടീഷൻ എത്തുമ്പോഴേക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ ഇത് അറിയിക്കണ്ടേ. അത് ആരാണ് ചെയ്യുന്നത്, അതായത് പുതിയൊരു പർച്ചേസ് നടത്തണം എന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ട ആ ഒരു ചുമതല ആരുടെയാണ്, സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് എ സ്റ്റോർ കീപ്പർ എന്നതിൽ വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ദ നെക്സ്റ്റ് വൺ, സ്റ്റോർ റെക്കോർഡ്സ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റോറിൽ സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നതാണ് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so the various registers that we are using in our stores are, first one, inward and outward registers. The registers in which daily entries are made based on materials received or issued through means of railway. So നമ്മൾ എന്താണ് നമ്മുടെ സ്റ്റോറിലേക്ക് എന്താണ് റെയിൽവേ മുഖാന്തരം അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ വഴി എന്താണ് സാധനങ്ങൾ എത്തിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഈ രജിസ്റ്ററിൽ, അതായത് ഇൻവേർഡ് അല്ലെങ്കിൽ ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റേഴ്സ്, ഈ രണ്ട് രജിസ്റ്ററിലും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്, ഡെയിലി ബേസിസിലാണ് കാണിക്കേണ്ടത്. സോ നമ്മൾ ഡേറ്റ് എഴുതണം, അതിനുശേഷം ഇന്നത്തെ ദിവസം റെയിൽവേ മുഖാന്തരം അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് ട്രെയിൻ വഴി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സാധനങ്ങൾ എത്ര, പോയ സാധനങ്ങൾ എത്ര എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് രജിസ്റ്റർ. സോ ഈ സ്റ്റോക്ക് രജിസ്റ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ഡെഡ് സ്റ്റോക്ക് ഓർ നോൺ കൺസ്യൂമബിൾ രജിസ്റ്റർ അല്ലെങ്കിൽ കൺസ്യൂമബിൾ രജിസ്റ്റർ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഡെഡ് സ്റ്റോക്ക് ഓർ നോൺ കൺസ്യൂമബിൾ രജിസ്റ്റർ. ദ എൻട്രീസ് ഓഫ് നോൺ കൺസ്യൂമബിൾ ആർട്ടിക്കിൾസ് ലൈക്ക് മെഷീനറി, എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദിസ് രജിസ്റ്റർ. സോ ഈ ഡെഡ് സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെയാണ് ഇതിനകത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അത് ഏതൊക്കെ വരും, അതിൽ മെഷീനറി വരാം, എക്യുപ്മെന്റ് വരാം, ഫർണിച്ചർ വരാം. ഓക്കെ, സോ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കും തോറും എന്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് തീർന്നു പോകില്ല. അതിനെയാണ് നമ്മൾ ഈ നോൺ കൺസ്യൂമബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസ്യൂമബിൾ രജിസ്റ്ററിൽ ഏതൊക്കെ വരും, റെക്കോർഡ് ഓഫ് കൺസ്യൂമബിൾ ആർട്ടിക്കിൾസ് ലൈക്ക് ഡീസൽ, ലൂബ്രിക്കന്റ് ഓയിൽ, റോ മെറ്റീരിയൽസ് എക്സെട്ര.
സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എന്താണ് നമ്മൾ മെഷീനിൽ ഉപയോഗിക്കുന്ന ഡീസൽ അല്ലെങ്കിൽ ഫ്യൂവലിന്റെ അളവ് പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകും തോറും എന്താണ് അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കന്റ് ഓയിൽ, ഓക്കെ, അതിന്റെ അളവും നമ്മുടെ എഞ്ചിൻ എത്രത്തോളം കൂടുതൽ സമയം ഓടുന്നു അത്രത്തോളം അതിന്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ റോ മെറ്റീരിയൽസ് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്, റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ റോ മെറ്റീരിയൽസിന്റെ അളവും എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് കൺസ്യൂമബിൾ ആർട്ടിക്കിൾസ് ആണ്. സോ അവയുടെ എല്ലാം റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് കൺസ്യൂമബിൾ രജിസ്റ്ററിലാണ്. സോ ഈ കൺസ്യൂമബിൾ രജിസ്റ്ററും അതുപോലെ നോൺ കൺസ്യൂമബിൾ രജിസ്റ്റർ അല്ലെങ്കിൽ ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ, ഇവ രണ്ടും ഏതിൽ വരുന്നതാണ്, സ്റ്റോക്ക് രജിസ്റ്ററിനകത്ത് വരുന്ന രണ്ട് ടൈപ്പുകളാണ്. നെക്സ്റ്റ് വൺ, ഡെയിലി റെസീപ്റ്റ് രജിസ്റ്റർ. When material comes into store, it will be entered date-wise in it and inspection is carried out. സോ നമ്മുടെ സ്റ്റോറിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മെറ്റീരിയൽസ് വരുന്നു എന്ന് വിചാരിക്കുക. സോ നമ്മുടെ സ്റ്റോറിലേക്ക് കുറച്ച് സാധനങ്ങൾ വരുന്നു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡേറ്റ് വൈസ് നമ്മൾ എന്താണ് ആ വരുന്ന മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ ഈ ഡെയിലി റെസീപ്റ്റ് രജിസ്റ്ററിൽ നോട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ഒരു ഇൻസ്പെക്ഷൻ നടത്തും. വന്ന സാധനമൊക്കെ ഓക്കെ ആണോ അല്ലയോ എന്നാണ് നമ്മൾ ഈ ഇൻസ്പെക്ഷനിലൂടെ ചെയ്യുന്നത്. സോ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട്, വന്ന സാധനങ്ങളൊക്കെ ഓക്കെ ആണെന്നിരിക്കട്ടെ, ഇഫ് ദേ ആർ ഫൗണ്ട് സ്യൂട്ടബിൾ ഇറ്റ് ഈസ് ആഡഡ് ഇൻ ദി സ്റ്റോക്ക് രജിസ്റ്റർ. സോ നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് വന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ഡേറ്റ് വൈസ് എവിടെ മാർക്ക് ചെയ്തു, ഡെയിലി റെസീപ്റ്റ് രജിസ്റ്ററിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഇൻസ്പെക്ഷൻ നടത്തി. ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ വന്ന സാധനം ഓക്കെ ആണ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യും. സപ്പോസ് ഈ വന്ന സാധനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഡിഫക്റ്റീവ് ഇറ്റ് വിൽ ബി റിജക്റ്റഡ്, മെറ്റീരിയൽ ഓർ റിപ്പോർട്ട് വിൽ ബി സെൻഡ് ടു ദി സപ്ലയർ. അതായത് ഇപ്പൊ ഈ വന്ന സാധനത്തിൽ എന്തെങ്കിലും എന്താണ് ഡിഫക്റ്റീവ് കേടുപാടുകളൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റിജക്റ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ വന്ന സാധനത്തെയോ അല്ലെങ്കിൽ ഈ സാധനം മോശമാണ് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് നമ്മൾ ആർക്കയക്കും, ഇത് ആരാണോ സപ്ലൈ ചെയ്തത് അവർക്കയക്കും. സോ നമുക്കിപ്പോൾ ഈ സപ്ലൈ ചെയ്ത സാധനം ഇപ്പൊ തിരിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും സ്പെഷ്യൽ വണ്ടികളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിപ്പോർട്ടായിരിക്കും ഈ സപ്ലയർക്ക് അയക്കുന്നത്. സപ്ലയർ ആ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് ഈ സാധനം തിരിച്ചു കൊണ്ടുപോകാനുള്ള വണ്ടി കൊണ്ടുവരികയും ഈ എന്താണ് മോശമായ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. സപ്പോസ് നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽ തന്നെ എന്ത് ചെയ്യും, സപ്ലയർക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കും. സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റർ ഈസ് ഇഷ്യൂ രജിസ്റ്റർ. All stocks issued are entered date-wise by the storekeeper. സോ നമുക്ക് എന്താണ് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റോറിൽ നിന്നും പുറത്തേക്ക് ഇഷ്യൂ ചെയ്തു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ് വൈസ് ഈ ഇഷ്യൂ രജിസ്റ്ററിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. സോ ഇതുപോലെ ഒരെണ്ണമാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഡെയിലി റെസീപ്റ്റ് രജിസ്റ്റർ. എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ സ്റ്റോറിൽ അകത്തേക്ക് വരുന്നത് ആ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ സാധനങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കും നമ്മൾ എവിടെ മെൻഷൻ ചെയ്യുന്നത്, ഡെയിലി റെസീപ്റ്റ് രജിസ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. ഇഷ്യൂ രജിസ്റ്ററിൽ എന്തായിരിക്കും മെൻഷൻ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോറിൽ നിന്നും പുറത്തേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന വസ്തുക്കളുടെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ ഇഷ്യൂ രജിസ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ലെഡ്ജർ. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് റെസീപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വിത്ത് റെസ്പെക്ട് ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് വാല്യൂ. സോ ഈ സ്റ്റോർ ലെഡ്ജറിനകത്ത് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആണ് നമ്മൾ എഴുതുന്നത്. സോ എന്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആണ്, ബേസ്ഡ് ഓൺ ദ റെസീപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. അതായത് സ്റ്റോറിന് അകത്തേക്ക് വരുന്ന മെറ്റീരിയൽസിന്റെയും അതുപോലെ പുറത്തേക്ക് പോകുന്ന മെറ്റീരിയൽസിനെയും നമ്മൾ ഈ ഡീറ്റെയിൽഡ് ലിസ്റ്റിൽ പരിഗണിക്കും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽഡ് ലിസ്റ്റിൽ ഉള്ളത്, ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് വാല്യൂ. സോ നമ്മുടെ സ്റ്റോറിന് അകത്തേക്ക് വരുന്നതോ പുറത്തേക്ക് പോകുന്നതോ ആയ വസ്തുക്കളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആണ് നമ്മൾ എന്തിൽ എഴുതുന്നത്, ഈ സ്റ്റോർ ലെഡ്ജർ എന്ന രജിസ്റ്ററിൽ എഴുതുന്നത്. സോ അതിനകത്ത് നമ്മൾ ഈ വരുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, അതുപോലെ എത്രത്തോളം സാധനം വന്നിട്ടുണ്ട്, അവരുടെ ഏകദേശം മൂല്യം എത്രയാണ്, അവരുടെ മണി വാല്യൂ എത്രയാണ് എന്നത് നമ്മൾ ഈ സ്റ്റോർ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യും. Next one, surplus stock register. Purchases which do not come into use for a long period of time are declared as surplus and entered in it. സോ നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ ഓൾറെഡി ചെയ്തൊരു പർച്ചേസിൽ കിട്ടിയ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സർപ്ലസ് ആയിട്ട് പരിഗണിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ സർപ്ലസ് സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, സസ്പെൻസ് രജിസ്റ്റർ.
ഡിഫക്റ്റീവ് ഐറ്റംസ് റിസീവ്ഡ് ആർ എൻറ്റേർഡ് ഇൻ ഇറ്റ്. സോ നിങ്ങൾക്ക് നേരത്തെ ഡെയിലി റെസീപ്റ്റ് രജിസ്റ്റർ പഠിപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്ന വസ്തുക്കളുടെ ലിസ്റ്റാണ് നമ്മൾ ഡേറ്റ് വൈസ് ഡെയിലി റെസീപ്റ്റ് രജിസ്റ്ററിനകത്ത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഒരു ഇൻസ്പെക്ഷൻ വയ്ക്കും. ഈ ഇൻസ്പെക്ഷൻ പ്രകാരം സാധനം എന്താണ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവയെ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് എഴുതുന്നു. ഓക്കെ, സപ്പോസ് ഇൻ കേസ് നമ്മൾ വന്ന സാധനം ഡിഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ സപ്പോസ് നമുക്ക് വന്ന സാധനം ഡിഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് റിപ്പോർട്ടോ തിരിച്ച് ആരാണോ സപ്ലൈ ചെയ്തത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഡിഫക്റ്റീവ് ആയ ആ ഒരു ഐറ്റംസിനെ എന്തിലെഴുതണം? സസ്പെൻസ് രജിസ്റ്റർ എന്ന രജിസ്റ്ററിൽ കൃത്യമായിട്ട് നമ്മൾ സൂചിപ്പിക്കണം. നെക്സ്റ്റ് വൺ, കണ്ടംപ്റ്റ് ആർട്ടിക്കിൾ രജിസ്റ്റർ. കണ്ടംപ്റ്റ് ആർട്ടിക്കിൾ രജിസ്റ്റർ. Unserviceable or obsolete material after use are entered in this register. സോ എന്താണ് ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെങ്കിൽ എന്താണ് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റാത്തതായ വസ്തുക്കൾ, സോ എന്താണ് കാലഹരണപ്പെട്ടു പോയ വസ്തുക്കളെയൊക്കെ നമ്മൾ എന്തിനാണ് ഏത് രജിസ്റ്ററിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കണ്ടംപ്റ്റ് ആർട്ടിക്കിൾ രജിസ്റ്റർ എന്ന രജിസ്റ്ററിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡേറ്റ് ഓഫ് യൂസേജ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എക്സ്പയറി കഴിഞ്ഞ വസ്തുക്കളെയാണ് നമ്മൾ ഈ ഒരു രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലോൺ രജിസ്റ്റർ. നോൺ കൺസ്യൂമബിൾ മെറ്റീരിയൽ ഇഷ്യൂഡ് ഫ്രം എ സ്റ്റോർ ഫോർ എ ഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം ഈസ് എൻറ്റേർഡ് ഇൻ ദിസ് രജിസ്റ്റർ. സോ നോൺ കൺസ്യൂമബിൾ മെറ്റീരിയൽ ആണ് ഈ ഒരു രജിസ്റ്ററിനകത്ത് പ്രധാനമായിട്ടും എഴുതുന്നത്. നോൺ കൺസ്യൂമബിൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം അതിനകത്ത്? മെഷീനറി വരാം, എക്യുപ്മെന്റ്സ് വരാം, ഫർണിച്ചർ വരാം. ഓക്കെ, സോ ഈ വസ്തുക്കളുടെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോൺ രജിസ്റ്ററിൽ നമ്മൾ ഈ വസ്തുക്കളെ മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ സെക്ഷനിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ഇല്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മുടെ സെക്ഷനിൽ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നേരെ സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്ന് ലോൺ ബേസിസിൽ ഇത്ര നാളത്തേക്ക് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരിക, നമുക്ക് ആവശ്യമുള്ള ജോലികൾ ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ ലോൺ ബേസിസിൽ നമ്മൾ ഒരു പ്രത്യേക സമയത്തേക്ക് ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു നോൺ കൺസ്യൂമബിൾ മെറ്റീരിയൽ വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിനെ നമ്മുടെ ഏത് രജിസ്റ്ററിലാണ് എഴുതേണ്ടത്? ലോൺ രജിസ്റ്ററിലാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ഇത്രയും റെക്കോർഡുകളാണ് സാധാരണ രീതിയിൽ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? സ്റ്റോർ കീപ്പർ. ഓക്കെ, സ്റ്റോറിന്റെ ചാർജ് എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർക്കാണ്. സോ സ്റ്റോർ കീപ്പർ വേണം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ വി ആർ മൂവിങ് ടു യുവർ സെക്കൻഡ് ക്യൂസ്. യുവർ ക്വസ്റ്റ്യൻ ഈസ്, name the register in which the storekeeper enters the list of defective items received after the purchase. സോ ഒരു പർച്ചേസ് പ്രകാരം നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കുറച്ച് സാധനങ്ങൾ എത്തുന്നു. ഓക്കെ, സോ ആ ഒരു സാധനങ്ങളിൽ കുറച്ച് സാധനം ഡിഫക്റ്റീവ് ആണ്. ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒരു സ്റ്റോർ കീപ്പർ ഏത് രജിസ്റ്ററിലാണ് എഴുതുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ യു ഹാവ് 20 seconds time to find the answer. Your time starts now. Okay, time up. So we are winding up for today. Thank you all. Stay safe.